ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ അമേരിക്കയുടെ വളർച്ചയിൽ പ്രത്യേകിച്ച് ലോകക്രമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? അമേരിക്കയുടെ വളർച്ചയിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് മാത്രമേ ട്രംപ് ക്ലെയിം ചെയ്യുന്നുള്ളൂ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പ്രതാപം അമേരിക്കയ്ക്ക് തിരിച്ചു പിടിക്കണം. അതാണ് ട്രംപിന് ജനം നൽകിയ മാൻഡേറ്റ്. അത് തന്നെയാണ്. അപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് വിശിഷ്ടമായ ഒരു രാജ്യമായിരുന്നു. സമ്പദ് വ്യവസ്ഥയിലും ആയുധങ്ങളുടെ പിൻബലത്തിലും ലോക അംഗീകാരത്തിലും. ഇപ്പോഴും ആ പഴയ പ്രതാപം പൂർണ്ണമായി നഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും G20 ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്ന രീതിയിലേക്ക് ഒരു ഡീഗ്രഡേഷൻ അമേരിക്കയ്ക്ക് വന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കണമെങ്കിൽ ആഭ്യന്തര പ്രതാപം ഉണ്ടാവണം. അതുകൊണ്ടാണ് അമേരിക്കയുടെ പൗരന്മാർക്ക് അമേരിക്കയുടെ വെൽത്ത് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയണം. അത് മാത്രമല്ല, അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറി വരുന്ന പല രീതിയിലുള്ള കുടിയേറ്റക്കാർ, നുഴഞ്ഞുകയറ്റക്കാർ, മറ്റിടങ്ങളിൽ നിന്നും തൊഴിൽ തേടിയെത്തുന്നവർ ഒക്കെ കർശനമായി നിയന്ത്രിക്കണമെന്ന നയം, അതിനുള്ള വിജയമായിട്ടുള്ള മാൻഡേറ്റ്. ഇപ്പോൾ ട്രംപ് അധികാരം നവംബറിൽ തന്നെ ട്രംപ് പ്രസിഡന്റ് ആകുമെന്ന വ്യക്തമായ ധാരണയായി. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം അന്നാണല്ലോ വന്നത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളുടെ സമയത്ത് ട്രംപ് സംസാരിച്ച കാര്യങ്ങളുടെ ഒരു ആകത്തുക, അത് വെച്ച് മാത്രമേ ട്രംപിന്റെ യഥാർത്ഥത്തിൽ എന്താണ് ഇനിയുള്ള 4 വർഷം താൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു സൂചന കിട്ടും. അതിൽ 2-3 കാര്യങ്ങൾ ട്രംപ് പറഞ്ഞു വെച്ചു. ഈ നേരത്തെ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. മെക്സിക്കോയുടെ അതിർത്തിയിൽ അതിശക്തമായ ഈ അതിർവരമ്പുകൾ ഉണ്ടാകും, മതിൽ കെട്ടൽ പൂർത്തിയാക്കി മാറ്റും. അതാണ് ഒരു പ്രഖ്യാപനം. അതൊരു പക്ഷെ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. കാനഡയെ കുറിച്ച് പറഞ്ഞു. കാനഡയിൽ നിന്നും വരുന്ന ആളുകളും കാനഡയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളും അമേരിക്കയ്ക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാനഡ ഒരു പക്ഷേ കനേഡിയൻസിന് ആവശ്യമെങ്കിൽ ഞങ്ങൾ ആ കാനഡ എന്ന രാജ്യത്തെ പൂർണ്ണമായും അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറ്റിയെടുക്കാൻ അമേരിക്കയ്ക്ക് വിരോധമില്ല എന്ന രീതിയിൽ വരെ കടത്തി പറഞ്ഞു വെച്ചു ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു വാദത്തിന് തിരി കൊളുത്തി വെക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നത് വളരെ നിർണായകമായ ഒരു ലോക രാഷ്ട്രീയത്തിലെ തന്നെ വലിയ ചേഞ്ചാണ്. അതുപോലെ തന്നെയാണ് ഗ്രീൻലൻഡിന്റെ കാര്യത്തിൽ. യൂറോപ്പിലെ ചെറിയൊരു വടക്കൻ യൂറോപ്യൻ രാജ്യമാണ് ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള വലിയൊരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദ്വീപായ മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഗ്രീൻലൻഡ്, വടക്കൻ അർദ്ധഗോളത്തിൽ കിടക്കുന്ന ഗ്രീൻലൻഡ്, അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഞങ്ങൾ ഇങ്ങ് എടുത്തുകൊള്ളാം എന്ന രീതിയിൽ ട്രംപ് പറഞ്ഞു. ഒരു പക്ഷേ അതിൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ട്രംപ് ഭരണം ഏറ്റെടുക്കുമ്പോൾ അതേക്കുറിച്ചുള്ള നീക്കങ്ങൾ നടത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ യൂറോപ്യൻ യൂണിയന്റെയും ഡെൻമാർക്കിന്റെയും എല്ലാം തീരുമാനം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അമേരിക്ക പൂർണ്ണമായും ഗ്രീൻലൻഡ് കൈയടക്കും എന്ന രീതിയിൽ സംസാരങ്ങൾ ഉണ്ടെങ്കിലും അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ഡീൽ അക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് ഏവരും കാത്തിരിക്കുകയുമാണ്. പിന്നീടുള്ളത് പനാമ കനാലിന്റെ കാര്യമാണ്. കാരണം 2 മഹാസമുദ്രങ്ങളെ, അറ്റ്ലാന്റിക് സമുദ്രത്തെയും ശാന്ത സമുദ്രത്തെയും വേർതിരിക്കുന്ന ഒരു കനാൽ, അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് പോകാൻ അമേരിക്ക ഭൂഖണ്ഡം പുറകെ മുറിച്ചുകൊണ്ട് ചെറിയൊരു കനാലാണ്. ഏറ്റവും ചെറിയ ചിക്കൻ നെക്ക് ഭാഗത്താണ് ആ കനാൽ. അത് പനാമ എന്ന രാജ്യത്തിന്റെ കുറുകെയാണ്. ആ കനാൽ നിർമ്മിച്ചത് അമേരിക്കയുടെ സാങ്കേതിക വിദ്യയുടെയും ഒക്കെ സഹായത്തിലാണ്. അതിപ്പോൾ അമേരിക്കയ്ക്ക് സ്വല്പം അലോസരം ഉണ്ടാക്കുന്നു. വലിയ ചാർജാണ് പനാമ എന്ന രാജ്യം കപ്പലുകളിൽ ഈടാക്കുന്നത്. അതുകൊണ്ട് അതൊരു പക്ഷെ അമേരിക്കയ്ക്ക് തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹം ട്രംപ് മുൻപേ പറഞ്ഞു വെച്ചു. ഇതിനെല്ലാം പുറമെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്, ഇസ്രയേലിനെ വേണമെങ്കിൽ അതിർവരമ്പുകൾ വികസിപ്പിക്കാം എന്ന രീതിയിൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഒരുപക്ഷെ ഇസ്രയേലിന്റെ അവകാശമാണ് എന്ന രീതിയിൽ വരെ അനൗപചാരികമായി ട്രംപിന്റെ ഭാഗത്തു നിന്ന് സംസാരമുണ്ടായി. അതിനർത്ഥം ട്രംപ് ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ലോകരാഷ്ട്രങ്ങളെ പരസ്പരം തമ്മിൽ അടുപ്പിക്കുന്നതിന് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല താനും. അങ്ങനെയെങ്കിൽ ആഭ്യന്തരമായ സമ്പദ് വ്യവസ്ഥയെ ആദ്യം പ്രചോദിപ്പിക്കുകയും പിന്നീട് ലോകകാര്യങ്ങളിലേക്ക് തിരികുകയും ചെയ്യുക എന്ന ഒരു പോളിസിയിലായിരിക്കും ട്രംപ്. എനിക്ക് തോന്നുന്നില്ല യുദ്ധങ്ങളുടെ കാര്യത്തിൽ ട്രംപിന് വലിയ താല്പര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക. ഇപ്പോൾ തന്നെ ട്രംപിന്റെ അന്ത്യശാസനം കൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസ പോരാട്ടം അവസാനിച്ചതും സമാധാനം കൈവന്നതും ബന്ദി കൈമാറ്റം തുടങ്ങി വെക്കാനായതും ട്രംപിന്റെ ഇനിഷ്യേറ്റീവ് കൊണ്ടാണ്. അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം പൂർണ്ണമായി എടുക്കുകയും ചെയ്തു. അതെല്ലാം സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ വിദേശ നയവും ആഭ്യന്തര നയവും മുൻഗാമിയിൽ നിന്നും ലേശം വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വെടിനിർത്തൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്, ബന്ദികളുടെ മോചനം സാധ്യമായത് ഒരുപക്ഷെ ട്രംപിൻ്റെ ആ ഒരു വാണിങ്ങോട് കൂടിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ തീവ്രവാദികൾക്ക്, പ്രത്യേകിച്ച് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്കും ഭരണാധികാരികൾക്കും ട്രംപ് ഒരു വെല്ലുവിളി ആയിരിക്കില്ലേ? പ്രത്യേകിച്ച് അധികാരമില്ലാത്ത ട്രംപ് ഇത്രത്തോളം പവർഫുൾ ആണെങ്കിൽ അധികാരം കിട്ടിയതിന് ശേഷമുള്ളത് എത്രത്തോളം ശക്തനായിരിക്കും? ഇവിടെ ട്രംപിന്റെ നയമെന്ന് പറയുന്നത് സീറോ ടോളറൻസ് ടു ഗ്ലോബൽ ടെറർ. അത് അദ്ദേഹം പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ആദ്യമായിട്ടല്ല പ്രസിഡന്റ് ആകുന്നതും. മുൻപ് പ്രസിഡന്റ് ആയപ്പോഴെല്ലാം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലും അമേരിക്കൻ സേനകളുടെ പിന്മാറ്റം ട്രംപിന്റെ ഉത്തരവനുസരിച്ചാണ് നടന്നത്. ഇറാഖിൽ നിന്നും അമേരിക്കൻ സേന പിൻവാങ്ങി. അങ്ങനെ ലോകത്തെ തീവ്രവാദത്തിനെതിരെയും ഭീകരതയ്ക്കെതിരെയും ശക്തമായ പോരാട്ടം നടത്തുന്നതിനൊപ്പം തന്നെ അമേരിക്കൻ സൈനികരുടെയും മറ്റും സാന്നിധ്യം ഈ പ്രശ്നബാധിതമായ ഇടങ്ങളിൽ തുടരുന്നതിന് അനുകൂലമായ ഒരു നയമല്ല പരമ്പരാഗതമായി ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് അതേ നയം തന്നെ തുടരാനാണ് സാധ്യത. അതുകൊണ്ട് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ അന്ത്യശാസനം, ഇവിടെ 2-3 തീവ്രവാദ ഗ്രൂപ്പുകൾ ട്രംപിന്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒന്ന് യമനിലെ ഹൂതികളാണ്. ചെങ്കടൽ വഴിയുള്ള വ്യാപാരം, ലോക വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്നത് ചെങ്കടൽ മേഖലയിലൂടെയാണ്. അതായത് അറബിക്കടലിൽ നിന്നും ചെങ്കടലിലേക്ക് പ്രവേശിച്ച ബാബൽ മന്ദേബ് എന്ന് പറയുന്ന ആ ഒരു കുപ്പിക്കഴുത്ത്, അത് കടന്ന് ചെങ്കടലിലേക്ക് പോവുകയും അവിടുന്ന് സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് പോവുകയും അവിടെ നിന്നും ഓപ്പൺ സമുദ്രങ്ങളിലേക്ക്, അറ്റ്ലാന്റിക്കിലേക്ക് മറ്റും പോവുകയും ചെയ്യുന്ന ഗ്ലോബൽ വ്യാപാരം, അതിൽ നല്ലൊരു പങ്ക് അമേരിക്കൻ കപ്പലുകളാണ്. അപ്പൊ അമേരിക്കയുടെ വ്യാപാര താല്പര്യം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഹൂത്തികൾ അവിടെ വലിയ തോതിലുള്ള സുരക്ഷ ഭീഷണിയാണ് ഇസ്രായേലി കപ്പലുകൾക്ക് മാത്രമല്ല യൂറോപ്യൻ അമേരിക്കൻ കപ്പലുകൾക്ക് വരുത്തിവെക്കുന്നത്. അതുകൊണ്ട് അതിന് ശക്തമായ ഒരുപക്ഷെ സൈനിക നടപടി, അതിശക്തമായ ഏറിയൽ ബോംബാർഡ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രംപ് ആണ് എന്നതുകൊണ്ട് ഒരു മയവും ഉണ്ടാവില്ല എന്നൊരു ഒരു കാര്യം. ഇവിടെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയായിരിക്കും, അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം തന്നെയായിരിക്കും. അല്ലാതെ മറ്റ് മിലിഷ്യകളെ ഉപയോഗിച്ചുകൊണ്ടോ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ടോ ആക്രമിക്കേണ്ട ഒരു ഗതികേട് അമേരിക്ക ഇല്ലാത്തതും അതാണ് ഒരു കാര്യം. പിന്നെ കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്ന ഒരു തിരക്കിലാണ്. അത് കുറെ കാലമായിട്ട് തുടരുന്നു. അത് ഇനിയും തുടരാനുള്ള സാധ്യതയാണ്. കിം ജോങ് ഉന്നിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ, അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരാളാണ് ട്രംപ്, അതുകൊണ്ട് വീണ്ടും സംസാരം ഉണ്ടാകാം. അതുകൊണ്ട് ഭരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ആ വിഷയത്തിന് ഒരുപക്ഷെ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഇറാന്റെ കാര്യത്തിൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ട്രംപിന്റെ നിലപാട്. പക്ഷേ ഇറാൻ ഇപ്പോൾ വളരെ ശാന്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. കാരണം 2 വേവ്സ് ഓഫ് അറ്റാക്ക് അഗൈൻസ്റ്റ് ഇസ്രായേൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ എന്നാൽ അന്തിമ സമാധാന കരാറിനോട് കാര്യമായി ഇറാൻ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ മധ്യപൗരസ്യ പ്രദേശത്ത് ശാന്തത കൈവരുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രകോപനം ഷിയ മിലിഷ്യകളിലൂടെ, ഹമാസിലൂടെയോ ഹിസ്ബുള്ളയിലൂടെയോ മറ്റ് മിലിഷ്യകളിലൂടെയോ കൂടുതൽ പ്രകോപനം ഉണ്ടായാൽ ഒരുപക്ഷെ ട്രംപ് ആ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കും. അതുകൊണ്ട് ഭീകരതയുടെ ഒരു വളർത്തുപാട് ഇറാന്റെ കാര്യത്തിൽ അങ്ങനെ ഭീകരത എന്ന് പറയാനാവില്ല. അതൊരു ഇസ്ലാമിക ഒരു രാഷ്ട്രമെന്ന നിലയിൽ രാഷ്ട്രപ്ലയം. അതേസമയം ഈ മിലിഷ്യകൾ, ഷിയ മിലിഷ്യകളും സുന്നി മിലിഷ്യകളും ഒക്കെ തന്നെ സിറിയയിലും ഇറാഖിലും ഒക്കെ വളരെ സജീവമാണ്. ഈ മിലിഷ്യകൾ, അതായത് HTS എന്ന മിലിഷ്യയാണ് ഇപ്പോൾ സിറിയയിൽ ഭരണത്തിൽ. അൽ ഖൈദയുടെ യൂണിറ്റുകൾ പല ഇടങ്ങളിലുമുണ്ട്. അതുപോലെ താലിബാൻ എന്നത് പിടിവിട്ടു പോയാൽ, അഫ്ഗാനിസ്ഥാൻ താലിബാൻ കൂടുതൽ ശക്തി ആർജിച്ചാൽ അമേരിക്കയ്ക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകാൻ, ട്രംപിന്റെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സീറോ ടോളറൻസ് ടു ഗ്ലോബൽ ടെറർ എന്ന പോളിസി ട്രംപ് മുറുകെ പിടിക്കുകയും, നോ നോൺസെൻസ് മാൻ, ട്രംപിനെ കുറിച്ച് പൊതുവെ പറയുന്നത് അദ്ദേഹത്തിന്റെ നോ നോൺസെൻസ് മാനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഏകാധിപതിയുടെ ഒരു കെട്ടും മട്ടും ഭാവങ്ങളും ഒക്കെ തന്നെയാണ്. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും ആശ്രയിക്കാവുന്നതും അതുപോലെയുള്ള ഭാവങ്ങളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റിനെ, ഡീപ് സ്റ്റേറ്റ് അമേരിക്കയെ ഉൾപ്പെടെ കൂടെ നിർത്തേണ്ടതുണ്ട്. കാരണം അമേരിക്കയിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള പല ഇൻട്രസ്റ്റുകളുമുണ്ട്. അമേരിക്കൻ സൈനിക വിഭാഗങ്ങൾ, CIA, മറ്റ് ബിസിനസ് ലോബി, ഇതെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരെയും സമഗ്രമായി ചേർത്ത് പിടിച്ചുകൊണ്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന തന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി നടന്നെടുക്കാൻ ട്രംപിന് ഒരുപക്ഷെ താല്പര്യമുണ്ടാകാം. പക്ഷെ ലോക രാഷ്ട്രീയം മാറി മറിയും. അതുകൊണ്ട് നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുന്ന തിരക്കിൽ അമേരിക്ക വഴിവിട്ടൊന്നും ചെയ്യില്ല എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ മിഡിൽ ഈസ്റ്റിലെ കാര്യം പറയുന്നത് പോലെ തന്നെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും ഈ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പോക്ക് എങ്ങോട്ടായിരിക്കും? അദ്ദേഹത്തിന്റെ ഉറ്റ ചങ്ങാതിയായാണ് പൊതുവെ വ്ളാഡിമിർ പുടിൻ എന്ന റഷ്യൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചങ്ങാതിയായിട്ടാണ് പൊതുവെ ലോകം വാഴ്ത്തുന്നത്. പക്ഷെ ആ വ്യക്തിപരമായ ചങ്ങാത്തമല്ല, മറിച്ച് അമേരിക്ക എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപ് പുലർത്തുന്നത്.
ഇവിടെ ഉക്രൈൻ എന്ന രാജ്യത്തിന് വലിയ തോതിൽ അമേരിക്ക സഹായം നൽകുന്നു, സൈനികവും സാമ്പത്തികവുമായ സഹായം നൽകുന്നു. അത് തുടരാനാവില്ല എന്ന് പല ആവർത്തി ട്രംപ് അസന്നിഗ്ധമായി പ്രസ്താവിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനോടും കർശനമായി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഉക്രൈന്റെ കാര്യത്തിൽ അനാവശ്യമായി ഞങ്ങളെ ഇനി അധികം വലിച്ചെടുക്കരുത്, ദീർഘകാലം അത് സപ്പോർട്ട് ചെയ്യാൻ, വാർ എഫേർട്ട് സപ്പോർട്ട് ചെയ്യാനാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉക്രൈനും റഷ്യയും തമ്മിൽ സമാധാനം കൊണ്ടുവരിക. ബേസിക്കലി അത് അമേരിക്കയുടെ സുരക്ഷാ പ്രശ്നമല്ല, പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും ഒക്കെ സുരക്ഷാ പ്രശ്നമാണ്. അത് അവിടെ തന്നെ നിങ്ങളുടെ വിഷയം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ഭാഗികമായി കൈയൊഴിയുന്ന ട്രംപാണ്. അത് പക്ഷേ റഷ്യൻ പ്രസിഡന്റ് പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ഇനിയുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ള കാര്യം റഷ്യൻ സേനയുടെ പിന്മാറ്റം. അത് എത്ര പ്രദേശങ്ങൾ ലുഹാൻസ് പ്രവിശ്യയിലും ഡൊണറ്റ്സ്ക് പ്രവിശ്യയിലും, അതാണ് റഷ്യക്കാർ കീഴടക്കി വെച്ചിരിക്കുന്ന ഉക്രൈന്റെ കിഴക്കൻ പ്രവിശ്യകൾ, അവിടെ എത്രത്തോളം ഭൂമി റഷ്യ കൈവശം വയ്ക്കും, എത്രത്തോളം വിട്ടുകൊടുക്കും എന്നതിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാകും. പൂർണ്ണമായി ഭൂമി ഉക്രൈന് വിട്ടുകൊടുക്കും എന്ന പ്രതീക്ഷ ഇപ്പോൾ അസ്ഥാനത്തായി. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും സമാധാനം നേടുക. അതുപോലെ ഇസ്രായേലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ്. ഇസ്രായേലിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു. ഈ 2000-ഓളം ബന്ദികളെ വിട്ടുകൊടുക്കാമെന്ന് എഗ്രി ചെയ്യേണ്ടി വന്നു. ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിൻവാങ്ങാമെന്ന് എഗ്രി ചെയ്യേണ്ടി വന്നു. ഹമാസിനെ പൂർണ്ണമായി തകർക്കുന്നതിന് ഇസ്രായേലിന് സാധിച്ചതുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായി ഇസ്രായേലിന്റെ വിജയമെന്ന് പറയാനാവില്ലാത്ത ഒരു രീതിയിലേക്ക് ഇസ്രായേലിനെ എത്തിച്ചത് ട്രംപിന്റെ ശാസനയാണ്. ഒരു പരിധിവരെ സ്നേഹപൂർവമായ ഒരു പ്രേരണയാണ്. അതേ പ്രേരണ നടത്താൻ കഴിയുന്ന ഉക്രൈന് നേരെയാണ്. റഷ്യക്ക് നേരെ ആ പ്രേരണയ്ക്ക് കാര്യമില്ല, കാരണം റഷ്യ ശക്തമായ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് റഷ്യൻ നേതാവുമായുള്ള വ്യക്തിപരമായ ബന്ധവും ഉക്രൈൻ പ്രസിഡന്റിനോട് കർശനമായി സംസാരിക്കുകയും ചെയ്യുക വഴി ആ പ്രശ്നത്തിന് അമേരിക്കൻ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ പോലും അമേരിക്കയുടെ ചിന്ത ആ പ്രശ്ന പരിഹാരത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതാണ് അടുത്ത സ്റ്റെപ്പ്.